ഒരു കോടി ക്യാപിറ്റലുള്ള ഒരു ഫർണിച്ചർ ബിസിനസ് മാസം ഒരു 50 ലക്ഷം റുപ്യ കച്ചവടമുണ്ട്. 10 ലക്ഷം റുപ്യൊക്കെ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് എക്സ്പെൻസ് ഒക്കെ പോയാൽ ഒരു 5 ലക്ഷം റുപ്യ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് നിൽക്കാം. അപ്പം 5 ലക്ഷം റുപ്യ ഉണ്ടാക്കാനാണ് ഇയാൾ ഈ 1 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ കച്ചവടമൊക്കെ നടത്തുന്നത്. ഇയാൾ ഇതേ ബിസിനസ് ഇനി കോഴിക്കോട് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ എന്ത് വേണം, 1 കോടി ഇൻവെസ്റ്റ് ചെയ്യണം, ഇതേപോലെ സെയിൽസ് ടീമിന് ഇതൊക്കെ വെക്കണം, മാർക്കറ്റിംഗ് ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ ആൾക്ക് എന്താ കിട്ടുക, ഒരു 5 ലക്ഷം കൂടി എക്സ്ട്രാ കിട്ടും. അപ്പം ഇപ്പോൾ ഉള്ള നമ്മുടെ ബിസിനസ്സിലുള്ള ആ ഒരു 5 ലക്ഷം പ്രോഫിറ്റിനെ കുറച്ച് പണികൾ നമ്മളുള്ള ബിസിനസ് തന്നെ ചെയ്താൽ, ഒരു റുപ്യ മുടക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പ്രോഫിറ്റിനെ നേരെ 10 ലക്ഷം ആക്കുകയാണെങ്കിൽ വേറെ ബ്രാഞ്ച് ഇടണ ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒപ്റ്റിമൈസ് ആയ ബിസിനസ്സിനെ പല സ്ഥലത്തും ബ്രാഞ്ച് ഇട്ടിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസ് എന്ന് വെച്ചാൽ, നിലവിൽ നമുക്ക് വന്ന ഡാറ്റാസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് ടീമിനോട് ചോദിക്കുക, കഴിഞ്ഞ മാസം എത്ര ആൾക്കാർ നമ്മുടെ ഷോപ്പിൽ വന്നു എന്നുള്ളത് ചോദിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 പേര് വന്നു എന്ന് നോക്കുക. ഈ 100 പേര് വന്നതിൽ 20 പേരാവും നമ്മളതിന് സാധനം വാങ്ങിയിട്ടുണ്ടാവുക. അതായത് 100 പേര് വന്നതിൽ 20 പേര് പർച്ചേസ് ചെയ്തിട്ടാണ് നമുക്ക് 50 ലക്ഷം റുപ്യേൻ്റെ സെയിൽ വന്നിട്ടുണ്ടാവുക. ഇതിനെ ജസ്റ്റ് ഒരു 10% കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു 30 ആൾക്കാരെ പർച്ചേസ് ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ തന്നെ നമ്മുടെ സെയിൽ നേരെ 75 ലക്ഷം റുപ്യ ആയിട്ട് മാറും. അപ്പോൾ ഓൾറെഡി എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഈ 50 ലക്ഷത്തിൻ്റെ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞിരിക്കണം. പിന്നെ ഇനി കിട്ടുന്നത് നമുക്ക് പ്രോഫിറ്റ് തന്നെ വരുമല്ലോ. അപ്പോൾ നമുക്ക് സെയിൽസ് ടീമിനോട് പറയാൻ പറ്റും, ഇപ്പോൾ 100 പേര് വന്നിട്ട് 20 പേരെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയത്. അത് 30 പേരെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി അതിന് നമുക്ക് നേരെ വന്ന ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമുക്ക് വാങ്ങാതെ പോയ 80 പേര് എന്താണ് പറഞ്ഞത് നോക്കിയാൽ മതി. അപ്പോൾ ഇവർ പറയുന്ന കോമൺ ഒബ്ജക്ഷൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വില കൂടുതലെന്ന് പറഞ്ഞിട്ട്